ഷിംജിയുടെ ഫോൺ നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദീപകിന്റെ ഫോൺ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ ദീപകിന്റെ മാതാവ് നൽകുന്ന പരാതിയിലാണ് ഷിംജിക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത്. സമാനമായ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ നടത്തിയ ഒരു പരാതി ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നതെന്നാണ് ദീപകിന്റെ മാതാവ് പറയുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഷിംജിതയുടെ കേസിൽ ഇതുപോലെ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്തേ പറ്റുള്ളൂ. കാര്യം അത്രയധികം ഈ കേസ് സ്റ്റാർട്ടിംഗ് തൊട്ട് നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇപ്പൊ കുറെ പേര് ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നീ റീച്ചിന് വേണ്ടിയല്ലേ, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ഇതിനൊക്കെ ഉത്തരം ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തേക്ക് പറഞ്ഞേക്കാം. ഇപ്പൊ ഇത് പറഞ്ഞൊരു കേസ് ഷിംജിത ഏതെങ്കിലും രീതിയിൽ ദീപകിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഷിംജിതയുടെ കയ്യിൽ ഓൾറെഡി ഫോൺ കുറച്ചു നേരം ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യാനൊക്കെ സമയം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ദീപകിന്റെ ഫോണും പോലീസിന്റെ കയ്യിലുണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ഫോറൻസിക് അനാലിസിസ് നടത്തിയതിനു ശേഷമുള്ള റിപ്പോർട്ട് വരും. അതിന് കുറച്ച് കാലതാമസം എടുക്കാൻ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ് അല്ല. എന്നാൽ തന്നെയും പ്രാഥമികമായിട്ട് അത് നോക്കുമ്പോൾ കിട്ടുന്ന കുറെ സാധനങ്ങൾ എന്തായാലും പോലീസിന്റെ കയ്യിൽ നിന്നൊക്കെ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇടപെടലുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഷിംജിയുടെ കേസ് ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്ത് പറയുന്നത്. ബൈജൂസ് വ്ലോഗ്സിൽ ബൈജു ചേട്ടൻ പുറത്തുവിട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ വീഡിയോ പലരും നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് എനിക്കറിയാം. അതായത് ദീപകിന്റെ പിറന്നാളിന് മുമ്പത്തെ ദിവസം എന്തോ 10,45,000 രൂപ വിഡ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ ഹണി ട്രാപ്പ് പോലത്തെ വേറൊരു സാധനം ഇപ്പൊ ഈ വീഡിയോ ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പൊ അത് ഇതാക്കണം സെറ്റിൽമെന്റോ അങ്ങനത്തെ രീതിയിൽ ഏതെങ്കിലും സംസാരിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ട് അവിടെ. അത് ബൈചേട്ടൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കാര്യങ്ങളിലേക്ക് വഴിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ന്യൂസ് റിപ്പോർട്ടിൽ കൂടി വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ത് ഓൾറെഡി ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഷിംജിതയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് കിട്ടി എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ നമുക്ക് ആ രീതിയിലേക്ക് നീങ്ങാം. പക്ഷെ എന്നാലും സ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കാര്യങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ഷിംജിത ഒറ്റയ്ക്കല്ല, ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാർ സഹായിക്കാൻ ഉണ്ടായിട്ടുണ്ടാവും. ദീപകിന്റെ ഫോൺ കൂടി ചെക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും കൂടുതൽ വിവരങ്ങൾ അറിയാം. ചിലപ്പോൾ ഷിംജിത ഡയറക്റ്റ് ആയിരിക്കില്ല, മറ്റാരെങ്കിലും വഴി മെസ്സേജോ ഇൻസ്റ്റാഗ്രാമോ വേറെ ഏതെങ്കിലും മീഡിയക്ക് മെസ്സേജോ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടാവും. ഒരു സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടാവാം. അതിന് പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ച് അതൊക്കെ പുറത്തു വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഒന്നോ അതിൽ കൂടുതൽ ആൾക്കാർ ഷിംജിതയുടെ കൂടെ സഹായത്തിന് ഉണ്ടായിട്ടുണ്ടാവും. ഇനി അതുപോലെ ഞാൻ ഇതെല്ലാം റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ഇപ്പൊ ഒന്ന് കുറെ പേര് കമന്റ് അടിക്കുന്നുണ്ട്. അവരുടെ പറയണത് ഞാൻ ഇതേ കാര്യങ്ങൾ എന്റെ കുറച്ച് മുമ്പുള്ള ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് ഇവിടെ വെച്ച് നിർത്തായിരുന്നു. പക്ഷെ ഇത് ലൈവിൽ തന്നെ ഇങ്ങനെ നിർത്തിക്കൊണ്ടുപോയാലേ ഈ ഒരു കാര്യത്തിന് പ്രഷർ ഉണ്ടാവുള്ളൂ. മാക്സിമം ജനങ്ങൾ വീണ്ടും ഇത് ഓർത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. എന്നാൽ മാത്രമേ പോലീസ് ആണെങ്കിലും ന്യൂസ് ചാനലാണെങ്കിലും ഇത് കൃത്യമായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്ത് പോകുള്ളൂ. അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ചത്തെ 2 ആഴ്ചത്തെ ന്യൂസ് വാല്യൂ ഉള്ളൂ എല്ലാത്തിനും. നമ്മുടെ നാട്ടിലെ ഏത് കേസ് എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിലോ എവിടെയോ ആണെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആൾക്കാർ കാണും. ആ ടോപ്പിക് അനുസരിച്ച് ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ കാണും. അപ്പൊ അതിൽ വ്യൂസ് ആണ് കയറി വന്നെ, അല്ലാണ്ട് അരിയും പഞ്ചാര അല്ല കൊടുക്കുന്നത്. ഇതുപോലെ ആൾക്കാർ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അവർ ലൈക്ക് ചെയ്യത്തില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ചിലർ ഫോളോ ചെയ്യും. അതും ഈ വീഡിയോ കാണുന്ന ജനങ്ങളുടെ ഇഷ്ടമാണ്. ഇതിനൊക്കെ വന്നിട്ട് പണ്ടെപ്പോഴും അടിച്ച അതേ ഡയലോഗ് തന്നെ ഇപ്പോഴും വന്ന് അടിച്ചുകൊണ്ടിരിക്കണം പോങ്ങന്മാരോടാണ് ഞാൻ പറയുന്നത്. നാണുണ്ടോ നിനക്കൊക്കെ?